നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. MA ബേബി CPM ജനറൽ സെക്രട്ടറി ആകും. ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളിയായി MA ബേബി. ഭക്തിനിർഭരമായി പാലയൂർ മഹാതീർത്ഥാടനം. പദയാത്രയായി പാലയൂർ പള്ളിയിലേക്ക് എത്തിയത് ആയിരങ്ങൾ. പഴുവിൽ മേഖലയിൽ നിന്നുള്ള പാലയൂരിലേക്കുള്ള പദയാത്ര പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധമായ പെരുവനം പൂരം ഇന്ന് വൈകിട്ട് കടാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ എഴുന്നള്ളത്തോടെ പൂരത്തിന് തുടക്കമായി. കൃഷിയിറക്കുന്നതിനുള്ള അനുമതിയേകി തൃപ്രയാർ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടന്നു. വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറക്കി ശേഷമാണ് പൈനൂർ പാടത്തേക്ക് ചാലുകുത്തലിനായി തേവർ പുറപ്പെട്ടത്. മോഷണക്കേസിൽ കുറുവ സംഘത്തെ പിടികൂടിയതിന്റെ ഞെട്ടലിൽ ഗുരുവായൂർ നിവാസികൾ. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മോഷണ കേസുകളിൽ 40% പിന്നിലും ഇതര സംസ്ഥാനക്കാരാണ്. ജില്ലയിൽ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി തെക്കുംകര പഞ്ചായത്ത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പഞ്ചായത്ത് അധികൃതർക്ക് ട്രോഫി കൈമാറി. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള 1ാം സ്ഥാനം കൊടകര പഞ്ചായത്തിന് ലഭിച്ചു. ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളെ പിന്നിലാക്കിയാണ് കൊടകര പഞ്ചായത്ത് നേട്ടം സ്വന്തമാക്കിയത്. തൃശൂരിലെ താൽക്കാലിക ചിട്ടി ആർബിട്രേഷൻ ഓഫീസ് പ്രവർത്തനത്തിന് തുടർച്ചാനുമതി നൽകി നികുതി വകുപ്പിന്റെ ഉത്തരവിറക്കി. 2026 മാർച്ച് 31 വരെയാണ് തുടർച്ചാനുമതി നൽകിയിട്ടുള്ളത്. മായന്നൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടു മനശങ്കരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി പുതുക്കുള്ളി മഠം പ്രവീൺ എംപ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എന്റെ നാട്ടിക എന്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായി 1000 പേർക്ക് നാട്ടിക നിയോജക മണ്ഡലത്തിൽ എല്ലാ മാസവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജബൽപൂരിൽ മലയാളികളായ കത്തോലിക്ക പുരോഹിതന്മാരെ RSSുകാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ണൂത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള പാലയൂർ തീർത്ഥാടന യാത്രയ്ക്ക് സ്വീകരണം നൽകി. തീർത്ഥാടകർക്ക് തണ്ണിമത്തൻ വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 5ാം വാർഡിൽ ലഹരി വിരുദ്ധ ജനസഭ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. പുല്ലഴി മൈത്രി ആർട്ട് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മൈത്രി രക്ഷാധികാരി ഡോക്ടർ G ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ മേജർ റൂറൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഹരിത വായനശാലയുടെ പ്രഖ്യാപനം നടന്നു. ലൈബ്രറി സെക്രട്ടറി TN അംബികാവല്ലി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറം ചേറൂർ സാഹിതിയിൽ സമകാലീനം സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ സാംകുട്ടി പട്ടംകരി ഉദ്ഘാടനം ചെയ്തു. നാട്ടകം കലാ സാംസ്കാരിക വേദി ഗ്രാമീണ വായനശാല ഒരുക്കുന്ന സോഷ്യൽ അവയർനെസ് ക്യാമ്പിന് തിരുവില്ലാമലയിൽ തുടക്കമായി. കൂട്ടുകൂടാം കഥ പറയാം എന്ന പേരിലാണ് ക്യാമ്പ് നടത്തുന്നത്. മാള കുണ്ടൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോത്ര വിഭാഗത്തിലെ പെൺകുട്ടികൾ കലാമണ്ഡലത്തിൽ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 68 പെൺകുട്ടികളാണ് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും അരങ്ങേറ്റം കുറിച്ചത്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ അടുത്ത മാസം നടക്കുന്ന ഊട്ടുതിരുനാളിന് മുന്നോടിയായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ബദർ പള്ളിക്ക് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ET ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. പെരിഞ്ഞനം വെസ്റ്റ് ക്രിസ്ത്യൻ മാസ്റ്ററുടെ മെമ്മോറിയൽ LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപിച്ചു. ET ടൈസൺ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
മികച്ച രീതിയിലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തിയതിന് അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷന് മറ്റത്തൂർ പഞ്ചായത്തിന്റെ പുരസ്കാരം ലഭിച്ചു. അസോസിയേഷന്റെ പൊതുയോഗത്തിൽ പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് പുരസ്കാരം സമ്മാനിച്ചു. പൂരം പുറപ്പാടിന്റെ ഭാഗമായി അന്തിക്കാട് ചൂരക്കാട് ദേവിമാരുടെ പകൽപൂരം അന്തിക്കാട് ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിൽ സംഗമിച്ചു. പഴങ്ങാമ്പറമ്പ് മനയിൽ നിന്നും തിരിച്ചെഴുന്നള്ളിയ ശേഷം പഴങ്ങാമ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടന്നു. അന്തിക്കാട് 7-ാം വാർഡിലെ ഉദയം അങ്കനവാടി റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തലൂരിൽ കോഴി മാലിന്യവുമായി വന്ന പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ വന്നതോടെ ദുർഗന്ധം പരന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ജില്ലാ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. ഓട്ടോറിക്ഷ ഫെഡറേഷൻ സെക്രട്ടറി PV റെജി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ നെല്ലിക്കുന്നിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ മേഴ്സി അജി ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിലും ഒഡീഷയിലും വൈദികർക്കും വിശ്വാസികൾക്കും നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ദേവാലയത്തിന്റെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോബ് വടക്കൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരെയും വിശ്വാസികളെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടിൽ പ്രതിഷേധ യോഗം നടന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരെയും വിശ്വാസികളെയും ആക്രമിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിൽ കത്തിച്ചു പ്രതിഷേധിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പുളിഞ്ചോടിൽ ലഹരിക്കെതിരെ മനുഷ്യചങ്ങല തീർത്ത് കൂട്ടായ്മകൾ. പുളിഞ്ചോട് സെന്ററിൽ നടന്ന മനുഷ്യചങ്ങല TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ പ്രമോ വീഡിയോ പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശനം നിർവഹിച്ചു. ശ്രീരാമനവമിയോടനുബന്ധിച്ച് തിരുവില്ലാമലയിൽ ഗിരിപ്രദക്ഷിണം നടന്നു. ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപമേന്തി ഭഗവാന്റെ ഛായാചിത്രം വഹിച്ചായിരുന്നു പ്രദക്ഷിണം. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കുട്ടികൾക്കായുള്ള അവധിക്കാല സൗജന്യ യോഗ പരിശീലന ക്യാമ്പ് തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് യോഗ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.